ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ നാസിയാണ് കേട്ടോ. ഞാനിവിടെ പോന്നേന്നല്ലേ, ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് പോന്നതാണ് കേട്ടോ. ചോര ടെസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളെ പുരൻ്റെ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ, ഇതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ ചോര ടെസ്റ്റാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെ പുരൻ്റെ അടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, പിന്നെ ഒന്നും പറയണ്ട. ഓട്ടോറിക്ഷയിലൊന്നും പോകണ്ട, എല്ലാം അടുത്താണ്. അപ്പം നടന്നിട്ട് തന്നെ വരാം, നടന്നിട്ട് പോവാ. അങ്ങനെ ഇത് ഇവിടെ ഇരുന്നിട്ട് ചായ എല്ലാം കുടിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ലേബർ റൂമാണ്, പ്രസവത്തിൻ്റെ. അങ്ങനെ മേലോട്ട് കയറി പോകുന്നുണ്ട്. മേലെയാണ് കേട്ടോ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അത് ഡോക്ടറെ പോരയാട്ടോ, അത് ഇവിടുത്തെ ഡോക്ടറെ പോരയാണ്. പോരൻ്റെ അടുത്ത് തന്നെ പൊരയും ഹോസ്പിറ്റലും ഒന്നിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് അതിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നത് ഡോക്ടറെ പോരയത്. വലിയ 3 തട്ടുള്ള പോരയാണ് കേട്ടോ. അങ്ങനെ ആടുന്ന് നേരെ വന്ന്, അപ്പോൾ ഇവിടെ ഇല്ലേ നമ്മൾ ഇച്ചാൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മാസവും ഞാൻ ഇവിടെ ചെക്കപ്പിന് വരലുണ്ട്. അപ്പോൾ ഇച്ച നമ്മൾ നല്ല പരിചയമുണ്ട്. പിന്നെ നസീർച്ചാൻ്റെ ചങ്ങായിൻ്റെ ഉപ്പാവും തന്നെ. അപ്പോൾ ഇച്ചാനോട് ഞാൻ പറഞ്ഞു എന്ത് ഇടയുള്ളതെന്ന് ചോദിച്ച്. അപ്പോൾ ഇച്ച പറഞ്ഞു ചായ ഉണ്ട്. പിന്നെ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്നെങ്കിൽ ചായയും സമൂസയാണ് തിന്നൽ. അപ്പോൾ ഇച്ച പറഞ്ഞ് സമൂസ ഇല്ല, സമൂസ വരണ്ട എത്രയെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഉള്ളത് കൊണ്ടുവരും പറഞ്ഞ്. നല്ല ചൂട് കൽത്തപ്പം ഉണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്നാലും കൽത്തപ്പും ചായയും കൊണ്ടയച്ചാന്ന് പറഞ്ഞ്. അങ്ങനെ ഇച്ച എന്താക്കി, കൽത്തപ്പും ചായയും എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ കണ്ട കൽത്തപ്പത്തിൻ്റെ പീസെല്ലാം കൊണ്ട് തരുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് കാണിച്ച സീറ്റ് ഉണ്ടല്ലോ, ഇവിടെയാണ് എല്ലാവരും ഇരുന്നിട്ട് ചായ എല്ലാം കുടിക്കല കേട്ടോ. എനിക്ക് പാട്ടിയും തന്നു തണീക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായയും കൽത്തപ്പും തിന്നു. ചായ കുടിച്ച് കൽത്തപ്പം തിന്നുകൊണ്ടിരുന്ന്. അങ്ങനെ കൽത്തപ്പം നല്ല പാങ്ങുണ്ടായിന് കേട്ടോ, നല്ല ചൂടെല്ലാം ഉണ്ടായിന്, നല്ല പാങ്ങുണ്ടായിന്. അങ്ങനെ ആടുന്ന് കൽത്തപ്പെല്ലാം തിന്നിട്ട്, അപ്പോൾ ആ പീടികയിൽ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ പാം ഓയിലും പാലും കൊതുവിൻ്റെ ഊതത്തിയും എല്ലാം മേങ്ങിന് കേട്ടോ. കൊതുവിൻ്റെ ഊത് ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ കഴിയില്ല. കൊതു ഒന്ന് കടിച്ചാലും പിന്നെ പോയാൽ തന്നെ. അങ്ങനെ ആടുന്ന് നേരെ അഡ്ഡം കിടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡാണ് നമ്മളെ പുര. അങ്ങനെ അപ്പുറം ഇപ്പുറമെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വണ്ടിൻ്റെ അടിയിലാവൂലേ. അങ്ങനെ അപ്പുറം ഇപ്പുറമെല്ലാം നോക്കിയിട്ട് നേരെ കിടക്കുന്നുണ്ട്. ആ പുരൻ്റെ ബാക്കിലാണ് നമ്മളെ പുര, അതെൻ്റെ ചങ്ങായിൻ്റെ പുര. അങ്ങനെ ഞാൻ വേഗം അഡ്ഡം കിടന്ന് പറയുമ്പോൾ അറിയുമെന്നറിയില്ല, മറികടന്ന കേട്ടോ. മുറി കിടന്ന എന്താ പറയല്ലേ, ഞമ്മ നാട്ടിൽ അഡ്ഡം കിടന്നെന്ന് പറയൽ. അങ്ങനെ ചങ്ങായിൻ്റെ മുറ്റത്തോടെ ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെൻ്റെ ചങ്ങായിൻ്റെ പുര അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പുറത്തെ ചങ്ങായിക്ക് പുര കെട്ടുന്നുണ്ട്. അങ്ങനെ അതിലൂടെ ഇങ്ങനെ പോയി. കുറേ പണിക്കാറുണ്ട്. പിന്നെ പുരക്ക് എത്തിയിട്ടാകുമ്പോൾ ചോറ് ഉണ്ടായിന്. അതിനെ പരക്കിയിട്ട് കാക്കക്ക് കൊണ്ടുകൊടുത്ത്. കാക്ക പയിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇച്ചാക്ക് ഞാൻ എന്താക്കി, കായ് ഉണ്ടായിന്, നേന്ത്രം കായ്. അതിനെ നെയ്യിൽ വാട്ടിയിട്ട് കട്ടൻ ചായ വെച്ചിട്ട് ഇച്ചാക്ക് അവിടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ച് അതും റെഡിയാക്കി വെച്ച്. അപ്പോഴേക്കാണ് പൊന്നൂസ് വന്നത്. ഓക്കും അങ്ങനെ പയിച്ചിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാവരുടെ പൈപ്പും എന്ത് പറയൽ, എല്ലാവരുടെ വിശപ്പും അടക്കണ്ടേ. അപ്പോൾ ഞാൻ അവിടുന്ന് കൽത്തപ്പം തിന്നല്ലോ, അപ്പോൾ എൻ്റെ വിശപ്പും അടങ്ങി. പിന്നെ മറ്റുള്ളവരെ വിശപ്പും അടക്കണ്ടേ. അങ്ങനെ പാൽപ്പൊടിയും പാലും വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഓക്ക് കൊടുക്കുന്നുണ്ട്. കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഓളെ വിശപ്പും അടക്കി എല്ലാം കഴിച്ച് ഇച്ചാൻ്റെതും കൊടുത്ത്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പാത്രം കാലിയായിട്ട് പോയി. ഓള് നോക്കുന്ന ഇടയെന്നറിയോ, അട്ടത്താണ് കേട്ടോ. മച്ചിൻ്റെ മേലെയാണ് കുഞ്ഞുള്ളത്. കുഞ്ഞ് നോക്കിയായിരുന്നു. ഉമ്മ ഇടുന്ന് മ്യാവും മ്യാവും നാക്കുമ്പോൾ മോള് അവിടുന്ന് നോക്കുന്നുണ്ടോ. അതാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലേ. എന്തോ ഒരു സ്നേഹമാണ് പഠിച്ചവന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഓക്കെ, ബായ്.